innal hamdalillah nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina man yahdihillahu fala mudilla lahu wa man yudlilhu fala hadiya lahu ashhadu an la ilaha illallah wa ashhadu anna muhammadan abduhu wa rasuluhu arsalahu bil huda wa dinil haqq liyudhhirahu ala ad-din kullihi walau karihal mushrikun. Allahumma salli ala muhammadin wa ala ali muhammad kama sallaita ala ibrahim wa ala ali ibrahim innaka hamidum majid. Allahumma barik ala muhammadin wa ala ali muhammad kama barakta ala ibrahim wa ala ali ibrahim innaka hamidum majid. Ma ba'du fa inna al-hadith kitabullah wa khayral hadi hadi muhammadin mustafa sallallahu alayhi wa sallam wa sharral umuri muhdathatuha wa kullu muhdathatin bid'ah wa kullu bid'atin dhalalah wa kullu dhalalatin finnar. A'udhu billahi minash shaitanir rajim. Bismillahir rahmanir rahim. Ya ayyuhan nasu ittaqu rabbakumul ladzi khalaqakum min nafsin wahida wa khalaqa minha zawjaha wa batha minhuma rijalan kathiran wa nisaa wattaqullaha alladzi tasaaluna bihi wal arham innallaha kana alaykum raqiba. Bismillahir rahmanir rahim. Ya ayyuhalladhina amanu taqullaha haqqa tuqatih wa la tamutunna illa wa antum muslimun. Ya ayyuhan nas usikum ayyaya awwalan bitaqwallah. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവലോക പരിപാലകനായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ബിദ്അത്തുകളെ, പുത്തൻ ആചാരങ്ങളെ കുറിച്ചാണ്. നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ പരിശുദ്ധ ഇസ്ലാമിനെ അല്ലാഹു തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പൂർത്തീകരിക്കുകയുണ്ടായി. ശിർക്ക് കഴിഞ്ഞാൽ മനുഷ്യനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒന്നാണ് പുത്തനാചാരങ്ങൾ, ബിദ്അത്തുകൾ എന്നുള്ളത്. സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതും നരകത്തെ തൊട്ട് വിലക്കുന്നതുമായ ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട എല്ലാവിധ നന്മകളും പഠിപ്പിച്ചുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടുള്ളത്. ഇനി ആ ദീനുൽ ഇസ്ലാമിലേക്ക് നമ്മുടെ വകയായി ഒന്നും കൂട്ടാനോ കുറക്കാനോ ഇല്ല. പ്രവാചകർ അവിടുത്തെ എല്ലാ പ്രസംഗങ്ങളിലും ആമുഖമായി സ്വഹാബികളെ ഉത്ബോധിപ്പിച്ചിരുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ബിദ്അത്തുകളെ സൂക്ഷിക്കണം എന്നുള്ളത്. തന്റെ എല്ലാ പ്രസംഗങ്ങളിലും ഈ ഒരു കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് പറയാറുണ്ടായിരുന്നു എന്ന്. ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറുൽ ഹുദാ ഹുദാ മുഹമ്മദിൻ വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. ഏറ്റവും ഉത്തമമായ ഗ്രന്ഥം അത് പരിശുദ്ധ ഖുർആനാണ്. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളാണ്. എല്ലാ പുത്തനാചാരങ്ങളും
എല്ലാ ബിദ്അത്തുകളും വഴികേടാണ്. എല്ലാ വഴികേടിന്റെയും അവസാനം നരകമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല സന്ദർഭങ്ങളിലായി സ്വഹാബത്തിനെ ഓർമ്മിപ്പിച്ചിരുന്നു എന്നാണ്. ബിദ്അത്തുകൾക്ക് പരിശുദ്ധ ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല. ഇസ്ലാമിൽ ഒരു മത നിയമം ഉണ്ടാക്കാനുള്ള അധികാരം അത് അള്ളാഹുവിന് മാത്രമാണ്. ഒരു നന്മ അത് ഇസ്ലാമിൽ വേണം എന്ന് നിശ്ചയിക്കുന്നത് അള്ളാഹുവാണ്. ആ ഒരു കാര്യത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ മാനവരാശിയെ പഠിപ്പിച്ചു കൊടുക്കും. ഈ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത, പ്രമാണങ്ങളില്ലാത്ത, ജനങ്ങൾ നല്ലതാണ് എന്ന് വിചാരിച്ച് ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾക്കാണ് ബിദ്അത്തുകൾ എന്ന് പറയുന്നത്. ആ ബിദ്അത്തുകൾക്ക് ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ആരെങ്കിലും നമ്മുടെ ഈ കാര്യത്തിൽ അഥവാ ഇസ്ലാമിന്റെ വിഷയത്തിൽ പുത്തൻ ആചാരങ്ങൾ, പുതിയതായ കാര്യങ്ങൾ, ഇസ്ലാമിൽ ഇല്ലാത്തത് ആരെങ്കിലും കൊണ്ടുവന്നാൽ നിങ്ങൾ അതിനെ സ്വീകരിക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെ വളരെ കൃത്യമായി നമ്മെ പഠിപ്പിച്ചു. മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത് ഇയ്യാകും മുഹ്ദസാത്തിൽ ഉമൂർ എന്നാണ്. ഇസ്ലാമിന്റെ പേരിൽ ഉണ്ടാക്കുന്ന പുതുനിർമ്മിതികളെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതേപോലെ തന്നെ മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. ആരെങ്കിലും വല്ല കർമ്മവും ഇസ്ലാമിന്റെ പേരിൽ, ദീനിലില്ലാത്തത്, ഇസ്ലാമിലില്ലാത്തത് പ്രവർത്തിക്കുന്നത് നിങ്ങൾ കണ്ടാൽ അതിനെ നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല. ഒരുപാട് ആളുകൾ, ചില പണ്ഡിതന്മാരൊക്കെ പരിശുദ്ധ ഇസ്ലാമിന്റെ പേരിൽ ഇല്ലാത്ത കാര്യങ്ങൾ ജനങ്ങളോട് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടും, അല്ലെങ്കിൽ അവരത് പ്രവർത്തിക്കുന്നുണ്ടാകും. അങ്ങനത്തെ ഇസ്ലാമിന്റെ പേരിൽ ഇസ്ലാമിൽ ഇല്ലാത്തത്, ദീനിലില്ലാത്തത് നിങ്ങൾ കാണുകയാണ് എങ്കിൽ അതിനെ നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല എന്നും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുകയുണ്ട്. ചുരുക്കത്തിൽ ബിദ്അത്തുകൾക്ക്, പുത്തനാചാരങ്ങൾക്ക് യാതൊരു സ്ഥാനവും പരിശുദ്ധ ഇസ്ലാമിലില്ല. ഈ നന്മകൾ തന്നെ, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, നമ്മൾ ഇങ്ങനെ എണ്ണിയാൽ ഓരോ ദിവസവും നമ്മൾ പാലിക്കേണ്ട അനേകായിരം നന്മകൾ പരിശുദ്ധ ഇസ്ലാമിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പിന്നെ എന്തിനാണ് നമ്മൾ ബിദ്അത്തുകളുടെ പിന്നാലെ പോകണം? ഒരുപാട് കാര്യങ്ങൾ നോക്കൂ. സ്വന്തം സഹോദരനെ കാണുമ്പോൾ പുഞ്ചിരിക്കുന്നത് പോലും അത് സ്വതഖയാണ് എന്ന് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നിങ്ങൾ ഒരാൾക്ക് ഒരു സഹായം ചെയ്യുകയാണെങ്കിൽ അത് വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാതെ അത്രക്കും രഹസ്യമായി നന്മകൾ നിങ്ങൾ ചെയ്യണം. നമ്മുടെ കർമ്മങ്ങൾക്ക് നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിഫലം ലഭിക്കുക. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ, ഓരോ മര്യാദകൾ, എങ്ങനെയാണ് ഒരാൾ സംസാരിക്കേണ്ടത്, അതേപോലെ തന്നെ ഒരാൾ ഭക്ഷണം കഴിക്കേണ്ടത് എങ്ങനെയാണ്, ഒരാളുടെ വസ്ത്രധാരണം, അയാളുടെ സംസാരം, അയാളുടെ ഇടപാടുകൾ, അയാളുടെ സാമ്പത്തിക മേഖല, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും A to Z ദീനുൽ ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ബിദ്അത്തുകൾ ചെയ്യുന്ന ആളുകൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഹൗളുൽ കൗസറിന്റെ വെള്ളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് കുടിക്കാൻ നൽകപ്പെടുമെന്നാണ്. എന്നാൽ ബിദ്അത്തുകൾ ചെയ്യുന്ന ആളുകൾക്ക് ഹൗളുൽ കൗസർ ലഭിക്കുകയില്ല എന്നാണ്. ഹൗളുൽ കൗസറിനെ പറ്റി ഹദീസുകളിൽ, പ്രമാണങ്ങളിൽ വിശദീകരിക്കുകയുണ്ടായി. സൂര്യൻ വിചാരണയുടെ സമയത്ത് സൂര്യൻ ഒരു ചാണിന് വീതം ഇങ്ങനെ കത്തിച്ചൊലിക്കുന്നുണ്ടാവും. ആളുകളൊക്കെ ആകെ പ്രയാസത്തിലാണ്. ഒരു തണൽ ലഭിച്ചിരുന്നെങ്കിൽ, ദാഹമകറ്റാൻ വേണ്ടി അല്പം വെള്ളം കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന് ജനങ്ങൾ ആഗ്രഹിച്ചു പോകുന്ന സമയം. ഈ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് ഹൗളുൽ കൗസറിന്റെ വെള്ളം കുടിക്കാൻ നൽകപ്പെടും. ഹൗളുൽ കൗസറിനെ പറ്റി
ഹദീസുകളിലൂടെ പരാമർശിക്കപ്പെട്ടത് പാലിനേക്കാൾ വെളുത്തതും തേനിനേക്കാൾ മധുരമുള്ളതും കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതുമായ ഒരു പാനീയം. ഒരാൾ അതിൽ നിന്ന് അല്പം കുടിച്ചാൽ പിന്നീട് അയാൾക്ക് ഒരിക്കലും ദാഹിക്കുകയില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗദുൽ കൗസറിനെ പറ്റി പറഞ്ഞത്. ബിദ്അത്തുകൾ ചെയ്യുന്ന ആളുകൾക്ക് അതിൽ നിന്ന് അല്പം പോലും കുടിക്കാൻ നൽകപ്പെടുകയില്ല എന്ന്. മാത്രവുമല്ല, ബിദ്അത്ത് ചെയ്യുന്നവന്റെ സൽക്രമങ്ങളെ അല്ലാഹു തആല വിചാരണ ചെയ്യുകയില്ല എന്നാണ്. എല്ലാ വ്യാഴാഴ്ചയും നമ്മളൊക്കെ ഒരുപാട് തവണ കേട്ടിട്ടുള്ള ഒരു ഹദീസ് കൂടിയാണ്. എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സത്യവിശ്വാസികളുടെ കർമ്മങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ പ്രദർശിക്കപ്പെടും. എന്നിട്ട് അവരുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള പാകപ്പിഴവുകളെ അല്ലാഹു തആല അയാൾക്ക് പുറത്തു കൊടുക്കും. 3 വിഭാഗങ്ങൾക്ക് പടച്ച റബ്ബ് പുറത്തു കൊടുക്കുകയില്ല. ആ 3 വിഭാഗങ്ങളിലെ ഒരു വിഭാഗം ബിദ്അത്ത് ചെയ്യുന്ന ആളുകളാണെന്ന്. അവർക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കുകയില്ല എന്ന്. അബൂ മൂസാ അശ്അരി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം നടന്നൊരു സംഭവമാണ്. അദ്ദേഹം മദീന പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു വിഭാഗം ആളുകൾ ഒരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് ഈത്തപ്പഴത്തിന്റെ കുരു അതൊരു കുഴിയിലേക്ക് നിക്ഷേപിച്ചുകൊണ്ട് ദിക്റുകൾ ചൊല്ലുകയാണ്. അബൂ മൂസാ അശ്അരി റളിയല്ലാഹു അൻഹു വളരെ ദേഷ്യത്തോടെ അവരെ ആട്ടിപ്പായിക്കുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായിട്ട് അധിക നാളാകുന്നതിന് മുമ്പ് ദീനിലേക്ക് പുത്തൻ ആചാരങ്ങൾ നിങ്ങൾ കടത്തുകൂട്ടുകയാണോ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആട്ടിയോടിച്ചു. അവർ ചെയ്തത് എന്താ? ദിക്റുകൾ ചൊല്ലുകയാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിക്കൊണ്ട് അവരൊരു ആചാരം ഉണ്ടാക്കിയെടുക്കും. അവർ നന്മകൾ ചെയ്യാൻ വേണ്ടി, കൂടുതൽ നന്മകൾ പ്രവർത്തിക്കാൻ വേണ്ടി ആഗ്രഹിക്കും. അത് ദീനിലില്ലാത്തതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയില്ലാത്ത ഇത്തരം ദിക്റുകൾ നിങ്ങൾ ചൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആട്ടിയൊടിക്കും. ഒരാൾക്ക് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന ദിക്റുകൾ എത്ര വേണമെങ്കിലും ചൊല്ലാം. അതിനെല്ലാം റബ്ബിന്റെ അടുക്കൽ നിന്ന് അയാൾക്ക് പ്രതിഫലം ലഭിക്കും. പക്ഷേ തെറ്റായ രൂപത്തിലുള്ള രീതികൾ, ദിക്റുകൾ ചൊല്ലാൻ ഇസ്ലാമിന്റെ രൂപത്തിലേക്ക് അത് കൊണ്ടുവരാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി അബൂ മൂസാ അശ്അരി റളിയല്ലാഹു അൻഹു അവരെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി നമ്മെ പഠിപ്പിച്ച ഒരു കാര്യമാണ്, ഫഇന്നഹു മൻ യഅ്ശ മിൻകും, നിങ്ങൾ ഇങ്ങനെ ജീവിക്കുമ്പോൾ ഫസയറാ ഇഖ്തിലാഫൻ കസീറാ, ധാരാളക്കണക്കിന് അഭിപ്രായ ഭിന്നതകൾ, ഇസ്ലാമിന്റെ പേര് ധാരാളക്കണക്കിന് പലതരത്തിലുള്ള തെറ്റായ കാര്യങ്ങൾ നിങ്ങൾ കാണും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, നമ്മളിങ്ങനെ ജീവിക്കുമ്പോൾ നമ്മുടെ ആയുസ്സിൽ ഒരുപാട് നാടുകളിലേക്ക്, ഒരുപാട് സ്ഥലങ്ങളിലേക്ക് നമ്മളിങ്ങനെ യാത്ര പോകുമ്പോൾ, ഓരോ പ്രദേശത്തെത്തുമ്പോൾ ഇസ്ലാമിന്റെ പേരിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ കാണും. ഈ സമയത്ത് ഒരു മുസ്ലിം സ്വീകരിക്കേണ്ട നിലപാട് എന്ന് പറഞ്ഞാൽ ഫഅലൈക്കും ബിസുന്നതി എന്നാണ്. നിങ്ങൾ എന്റെ സുന്നത്തിനെ, എന്റെ ചര്യകളെ മുറുകെ പിടിക്കുക. അതായത് ഒരു കാര്യം ഇസ്ലാമിന്റെ പേരിൽ ഒരാൾ ചെയ്യുന്നത് കാണുമ്പോൾ ഇത് ദീനിലുള്ളതാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. അതാണ് ഒരാൾ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരിക്കലും വഴിപിഴക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ വളരെ കൃത്യമായി കൊണ്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മളൊക്കെ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തറക്തു ഫീകും അംറൈൻ, 2 കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ വിട്ടേച്ചു പോവുകയാണ്. ആ 2 കാര്യങ്ങളെ നിങ്ങൾ മുറുകെ പിടിക്കുന്ന കാലം അത്രയും ഒരിക്കലും വഴിപിഴക്കുകയില്ല എന്ന്. ഏതൊക്കെയാണ് ആ 2 കാര്യങ്ങൾ? ഒന്ന് വിശുദ്ധ ഖുർആനാണ്, രണ്ടാമത്തത് ഹദീസുകൾ. ഇതാണ് ഒരു മുസ്ലിമിന്റെ ജീവിതരേഖ അഥവാ പ്രമാണങ്ങൾ എന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ ദീനിന്റെ ഏതൊരു കാര്യം നമ്മൾ കാണുമ്പോഴും ഈ ഒരു പ്രമാണങ്ങളാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഒരുപാട് ഇസ്ലാമിന്റെ പേരിൽ നമ്മൾ ഇങ്ങനെ എണ്ണിയാൽ ഒട്ടനവധി ബിദ്അത്തുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഓരോ പ്രദേശത്ത് പല രൂപത്തിലുള്ള ബിദ്അത്ത്, അതേപോലത്തെ ഇസ്ലാമിന്റെ പേരിൽ കാലങ്ങളായി നിലനിൽക്കുന്ന ഒരുപാട് അനാചാരങ്ങളുണ്ട്. ഓരോ ദിവസം കഴിയുന്തോറും, ഒരു കുട്ടി ജനിച്ചാൽ, ഒരാൾ മരണപ്പെട്ടാൽ, നമ്മളൊരു പുതിയ വീട് ഉണ്ടാക്കിയാൽ, ഒരു പുതിയ വീട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ, ഇങ്ങനെ ഇസ്ലാമിന്റെ പേരിൽ
ധാരാളക്കണക്കിന് ബിദ്അത്തുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. എത്രത്തോളം എന്ന് പറഞ്ഞാൽ നമ്മുടെ നമസ്കാരങ്ങളിൽ വരെ, നമ്മുടെ നമസ്കാരങ്ങളിൽ നമ്മൾ ദിനേന ചെയ്യുന്ന ഒരുപാട് ഇബാദത്തുകളിൽ വരെ പ്രമാണങ്ങളില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ കടത്തിക്കൂട്ടിയിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി എന്ന. ഞാൻ എപ്രകാരമാണോ നിങ്ങൾ നമസ്കരിക്കുന്നതായി കണ്ടത് അതേപോലെ നിസ്കരിക്കണം. അതിൽ നിന്ന് ഒരിക്കലും അതിര് കവിയാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത നമസ്കാരത്തിന്റെ രൂപങ്ങൾ, നമസ്കാരത്തിന്റെ ഭാഗങ്ങൾ നമ്മുടെ നമസ്കാരങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല. നോക്കൂ, പല ആളുകളും നിസ്കാരത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ നിന്നാൽ നിയ്യത്തൊക്കെ ചൊല്ലി പറയുന്ന ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. നിങ്ങളുടെ നാടുകളിൽ അത് കുറവായിരിക്കും. നമ്മളൊക്കെ വേറൊരു പള്ളികളിൽ പോയാൽ അടുത്തുള്ള ആളുകൾ ഉസല്ലിൽ ഫർള സ്വലാത്തൽ മഗ്രിബി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിയ്യത്ത് ഇങ്ങനെ ചൊല്ലി പറയുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. യഥാർത്ഥത്തിൽ ഈ ഒരു കാര്യം തന്നെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കും. ഇങ്ങനെ നിയ്യത്ത് ചൊല്ലി പറയുന്ന രീതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. നമസ്കാരവുമായി ബന്ധപ്പെട്ട് അനേകം ഹദീസുകൾ, ഒരാൾ എങ്ങനെയാണ് കൈവെക്കേണ്ടത്, റുക്കൂയിലെ പ്രാർത്ഥന എങ്ങനെയാണ് ഇഅ്തിദാലിൽ എങ്ങനെയാണ് നിൽക്കേണ്ടത്, ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ, സുജൂദിൽ ഒരാൾ നിൽക്കേണ്ട രൂപങ്ങൾ വരെ, ഇടയിലെ ഇരുത്തം എങ്ങനെയാണ് വരെ, അതുവരെ ഹദീസുകളിൽ. ഒരാൾ നിസ്കരിക്കുമ്പോൾ അയാളുടെ മുമ്പിലൂടെ നടക്കാൻ വരെ പാടില്ല. സൊഫുകൾ ശരിയാക്കിയിട്ടില്ലെങ്കിൽ നമസ്കാരം പൂർത്തിയാവുകയില്ല. ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളും പഠിപ്പിച്ചു. പക്ഷെ നിയ്യത്തിനെ പറ്റി അതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ നമ്മൾ പ്രമാണങ്ങളിൽ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ചു. നിയ്യത്ത് എന്ന അറബി പദത്തിന്റെ അർത്ഥം തന്നെ നവ എന്ന പദത്തിൽ നിന്ന് ഊരിത്തിരിഞ്ഞു വന്ന ഒരു പദമാണ് നിയ്യത്ത് എന്നുള്ളത്. ആ പദത്തിന്റെ അർത്ഥം കരുതുക എന്നാണ്. അതായത് ഓരോ അമലുകളും പ്രവർത്തിക്കുമ്പോൾ എന്താണോ നമ്മുടെ ഉദ്ദേശം, അത് അള്ളാഹുവിന് വേണ്ടി റബ്ബിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഇതിന് എനിക്ക് പുണ്യം ലഭിക്കണം, ഇതിലൂടെ ഈ ഒരു കാര്യം സൽക്രമമായി രേഖപ്പെടുത്തുകയും അതിലൂടെ പരലോകത്ത് സ്വർഗമെന്ന വിജയം എനിക്ക് കരഗതമാക്കാൻ സാധിക്കും. അതാണ് നമ്മുടെ നിയ്യത്ത്. അത് ചൊല്ലിപ്പറയുന്ന ഒരു രൂപം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെ പഠിപ്പിച്ചു തന്നിട്ടില്ല എന്നാണ്. ഇങ്ങനെ ഓരോ കാര്യവും നമ്മൾ പരിശോധിച്ചു. നമ്മുടെ വുദൂഇൽ വരെ തെറ്റായ കാര്യങ്ങൾ ഉണ്ടാകും. നമ്മൾ ചെറിയ സമയങ്ങളിൽ നമ്മുടെ ചെറുപ്രായത്തിൽ പഠിച്ച് ഇന്നും തുടർന്നു പോരുന്ന ഇസ്ലാമികമല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാകും. ഒരാൾ മരിച്ചാൽ നമ്മുടെ നാടുകളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അയാളുടെ അരികിൽ ഒരു ജമാഅത്തായിട്ട് ഒരു വിഭാഗം ആളുകൾ വന്നിരുന്നു കൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യും. എന്തിനു വേണ്ടി? ആ മരിച്ച വ്യക്തിക്ക് അതിന്റെ പ്രതിഫലം ലഭിക്കാൻ വേണ്ടി. വിശുദ്ധ ഖുർആനിൽ തന്നെയുണ്ട്. ഈ ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് ജീവിച്ചിരിക്കുന്ന ആളുകൾക്കുള്ള കാര്യങ്ങളാണ്. അതിൽ സ്വർഗത്തെ പറ്റി പറയുന്നു, നരകത്തെ പറ്റി പറയുന്നു, നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ട ഇസ്ലാമികപരമായ മര്യാദകൾ വിശദീകരിക്കുന്നു. അത് മരിച്ച വ്യക്തിക്ക് ചൊല്ലിക്കൊടുത്തുകൊണ്ട് എന്തു പ്രയോജനമാണുള്ളത്? ഇതേപോലെ ഒരാൾ മരിച്ചാൽ അയാളുടെ പേരിൽ 3-ന്, 7-ന്, അതേപോലെ തന്നെ 40 വർഷം തികയുമ്പോൾ ഒക്കെ ഇസ്ലാമിന്റെ പേരിൽ ആളുകളെ വിളിച്ച് ഈ മയ്യത്തിന് പുണ്യം ലഭിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരുപാട് മൗലിദുകൾ. ഇന്ന് ഒരുപാട് വീടുകളിൽ നിന്ന് അസ്തമിച്ചു പോയ കാര്യമാണ് മാല മൗലൂദുകൾ ചൊല്ലുക എന്നുള്ളത്. ശിർക്കൻ വരികളുള്ള വിശുദ്ധ ഖുർആനിനേക്കാൾ പ്രാധാന്യം നൽകി മാല മൗലൂദുകൾ മഗ്രിബിന് ശേഷം പാരായണം ചെയ്തിരുന്ന കാലഘട്ടങ്ങൾ മുസ്ലിം വീടുകളിൽ ഉണ്ടായിരുന്നു. ഇന്നും ചില വീടുകളിലുണ്ട്. അതേപോലെ തന്നെ രോഗങ്ങൾ മാറാൻ, പാപങ്ങൾ പൊറുക്കപ്പെടാൻ വേണ്ടി യാത്രകൾ പോകുന്ന നമ്മുടെ ഇന്ത്യയിലെ വിവിധ മഖ്ബറകളിലേക്ക്, ജാരങ്ങളിലേക്ക് പോയി അള്ളാഹുവിനോട് നടത്തേണ്ട പ്രാർത്ഥനകൾ, സഹായതേട്ടങ്ങൾ അവിടെ ആ ഖബറാളിക്ക് വേണ്ടി സമർപ്പിക്കുന്ന ആളുകൾ.
ഇന്നും ഈ സമീപ പ്രദേശത്ത് ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ടതാണ്. മണ്ണാർക്കാട് കൊടക്കാട് എന്ന സ്ഥലത്ത് ഒരു ബസ്സിൽ നിന്ന് ഒരുപാട് ആളുകൾ ഇങ്ങനെ ഇറങ്ങി വരും. ഇവരുടെയൊക്കെ കയ്യില് ഒരു കുപ്പി വെള്ളമുണ്ട്. നമ്മൾ യാത്രക്കാരാന്ന് കരുതും. നോക്കുമ്പോ ആ കുപ്പി, അതിലെ വെള്ളം, അവിടെ ഒരു തങ്ങളുണ്ട്, അവിടെ ഒരു സ്വലാത്ത് മജ്ലിസ് നടക്കുന്നു, അതിലേക്കുള്ള വെള്ളക്കുപ്പികളാണ്. അവിടെ സമർപ്പിച്ച് ആ സ്വലാത്തിൽ നിന്ന് ലഭിക്കുന്ന, മജ്ലിസ് ലഭിക്കുന്ന ബർക്കത്ത് ആ കുപ്പിയിലെ വെള്ളത്തിലേക്ക് ആവാഹിച്ച് അതിൽ പുണ്യമുണ്ട് എന്ന് കരുതി ലേബർ റൂമുകളിലേക്ക് പോകുന്ന പെൺകുട്ടികൾക്ക് പുണ്യമാണ് എന്ന് കരുതി കുടിപ്പിക്കുന്ന രക്ഷിതാക്കൾ ഈ 2026 കുട്ടി ജനിക്കാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തതെന്താൻ വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മെ പഠിപ്പിച്ചതാണ്. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, ക്ഷമയോടെ കാത്തിരുന്നു. രോഗം മാറാൻ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ ചരിത്രം 12ഓളം വർഷം കഠിനമായ രോഗമുണ്ടായി. അദ്ദേഹത്തിന്റെ എല്ലാ സൗഭാഗ്യങ്ങളും നശിച്ചുപോയി, കുടുംബക്കാരൊക്കെ പോയി. ഇന്നും രോഗം മാറാൻ വേണ്ടിയിട്ട് ഐക്യലെട്ടുന്ന ആളുകളില്ലേ? കച്ചവടത്തിൽ ബർക്കത്തുണ്ടാകാൻ, ഹലാലായ സമ്പാദ്യങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ഇന്നും ജ്യോത്സ്യന്മാരെ, ഒരു ബിസിനസ് തുടങ്ങുമ്പോ അതിനു വരെ മുഹൂർത്തങ്ങൾ നോക്കുന്ന ആളുകളില്ലേ? ഇതൊക്കെ ദീനിന്റെ പേരിൽ നമ്മളെങ്ങനെ എണ്ണിയാല് ആയിരക്കണക്കിനുണ്ട്. ഈ അടുത്ത കാലത്ത് ഒരു പത്രത്തിൽ ഉണ്ടായിരുന്നു, ഇന്ന വ്യക്തിയുടെ പിതാവ് മരിച്ചിട്ടുണ്ട്, ഫാത്തിഹ ചൊല്ലാൻ വേണ്ടി അഭ്യർത്ഥിക്കുന്നു. ഫാത്തിഹ ചൊല്ലാൻ വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങൾ ചൊല്ലിയ ഫാത്തിഹകളുടെ എണ്ണം 1000 സ്വലാത്തുകൾ, അതേപോലെ തന്നെ 2000 ഫാത്തിഹകൾ മുഹമ്മദ് നബിക്ക് വേണ്ടി, അല്ലെങ്കിൽ ഇന്ന കബറാളിക്ക് വേണ്ടി, അല്ലെങ്കിൽ കബറിൽ കിടക്കുന്ന മരണപ്പെട്ടുപോയ ഇന്ന ആളുടെ പിതാവിന് വേണ്ടി ഇത്ര സ്വലാത്ത്, എന്നിട്ട് വട്ടം കൂടി ഇരുന്നിട്ട് ചൊല്ലുക, ആ എണ്ണം രേഖപ്പെടുത്തുക, അതിനുശേഷം ഭക്ഷണം കഴിച്ചിട്ട് പിരിയുക. ഇങ്ങനത്തെ ഒരുപാട് അനാചാരം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ തിരിച്ചറിയേണ്ടത്, നമ്മൾ ഓരോ പ്രദേശങ്ങളിലും ഓരോ നാടുകളിലും പോകുമ്പോൾ ഇസ്ലാമിന്റെ പേരിൽ ഈ രൂപത്തിലുള്ള ഒട്ടനവധി ആചാരങ്ങൾ, അനാചാരങ്ങൾ, ബിദ്അത്തുകൾ നമ്മൾ കാണും. ഈ സമയത്ത് നമ്മളിലുള്ള പ്രമാണങ്ങൾ, പരിശുദ്ധ ഖുർആൻ, ഹദീസുകളിൽ ഈ കാര്യമുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. അതിലില്ലാത്ത ഒരു കാര്യവും നമ്മൾ ചെയ്യേണ്ടതില്ല. ഈ പ്രമാണങ്ങളിലുള്ളത് തന്നെ വളരെ ഒരു ചെറിയ അംശം മാത്രമാണ് നമുക്ക് ഓരോ ദിവസം ചെയ്യാൻ സാധിക്കുന്നത്. ഇസ്ലാമിലുള്ള തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഹജ്ജുദ് നമസ്കരിക്കുന്നത് മുതൽ ഒരാൾ തന്റെ വിരിപ്പിലേക്ക് എത്തുന്നത് വരെ ആ ഒരു കാര്യങ്ങൾ, ഒരു ദിവസം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചാർട്ട് ചെയ്താൽ തന്നെ അനേകം നന്മകൾ വാരിക്കൂട്ടാൻ നമുക്ക് സാധിക്കും. ബിദ്അത്തുകളുടെ പിന്നാലെ നമ്മൾ പോകേണ്ട ആവശ്യമില്ല. ബിദ്അത്തുകൾ ചെയ്യുന്ന ആള് ഒരിക്കലും തൗബ ചെയ്യൂല. കാരണം എന്താ? അവന്റെ മനസ്സിൽ ഇത് നല്ലതാ ചെയ്യണേ, നല്ല കാര്യങ്ങൾക്ക് ഒരിക്കലും തൗബ ചെയ്യൂലല്ലോ. അതുകൊണ്ട് ഇവൻ ബിദ്അത്ത് ചെയ്തുകൊണ്ട് മരണപ്പെട്ടു പോകുന്നു. ആരെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവ് പറഞ്ഞുകൊണ്ട് പുത്തൻ ആചാരങ്ങൾ ദീനിലേക്ക് കടത്തിക്കൂട്ടി അത് ചെയ്താൽ അവൻ നരകത്തിൽ ഒരു സീറ്റ് ഉറപ്പിച്ചുകൊള്ളട്ടെ എന്നാണ്. ശിർക്ക് പോലെ നമ്മൾ അതീവ ഗൗരവത്തോടെ കാണേണ്ട ഒന്നാണ് ബിദ്അത്തുകൾ എന്നുള്ളത്. ഇത്തരം ബിദ്അത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്, കുടുംബങ്ങളിൽ ഉണ്ടാകരുത്, നമ്മുടെ കച്ചവടങ്ങളിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കുക. അള്ളാഹു നമ്മേവരെയും അനുഗ്രഹിക്കുമാറാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ബിദ്അത്തുകളെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്തു വന്നത്. നമ്മൾ പരിശുദ്ധ റമളാനിലേക്ക് ഇനി അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ റജബ് മാസത്തിന്റെ അവസാനത്തിലുള്ളത്, റജബ് കഴിഞ്ഞാൽ ഷാബാൻ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. ഈ റജബ് മാസം ഒരുപാട് അനാചാരങ്ങൾ മുസ്ലിം സമുദായത്തിൽ നടക്കുന്ന ഒരു മാസം കൂടിയാണ്. അള്ളാഹു പരിശുദ്ധമാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ച
4 മാസങ്ങളിൽ ഉൾപ്പെട്ട പവിത്രമായ ഒരു മാസമാണ് റജബ് മാസം എന്നുള്ളത്. എന്നാൽ ആ റജബ് മാസത്തിന് വേറൊരു മഹത്വമുള്ളതായോ ഖുർആനിലോ ഹദീസിലോ നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. ചില നാടുകളിലൊക്കെ റജബ് 27-ന് ഇസ്രാ മിറാജ് എന്ന പേരിൽ പ്രത്യേകമായി ഭക്ഷണം ഉണ്ടാക്കുകയും ആ ദിവസം നോമ്പ് നോൽക്കുകയും ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനത്തെ ഒരു നോമ്പ് ഇസ്ലാമിലില്ല, നമ്മളാരും അത് നോൽക്കേണ്ടതില്ല. അതേപോലെ തന്നെ വിശുദ്ധ റമദാനിൽ നിങ്ങൾ ഉംറ ചെയ്യുകയാണ് എങ്കിൽ അത് ഹജ്ജിന്, എന്റെ കൂടെയുള്ള ഹജ്ജിന് തുല്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ റജബ് മാസത്തിൽ ഒരുപാട് ടീം ഈ ഉംറക്ക് കൊണ്ടുപോകും. റജബിൽ ഉംറ ചെയ്താൽ വലിയ പുണ്യമുള്ള കാര്യമാണ് എന്ന് കരുതി ഒരുപാട് ഉംറ ടീമുകൾ മക്കയിലേക്ക് പോകുന്ന ഒരു മാസം കൂടിയാണ് ഈ റജബ് മാസം. അങ്ങനെയൊന്നും പരിശുദ്ധ ഇസ്ലാമിൽ നമുക്ക് കാണുവാൻ സാധിക്കില്ല. റമദാനിൽ നിങ്ങൾ ഉംറ ചെയ്താൽ അത് ഹജ്ജിന് തുല്യമാണ്, എന്റെ കൂടെ ഹജ്ജിന് തുല്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രത്യേകം നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ റജബ് മാസത്തിൽ ആദ്യത്തെ വെള്ളിയാഴ്ച മഗ്രിബിന്റെയും ഇശായിന്റെയും ഇടയിൽ 12 റക്അത്ത്, അതിന് റഗായിബ് നമസ്കാരം എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാടുകളിലൊക്കെ അത് ഉണ്ടാവില്ല, കാരണം ചില വർഷങ്ങളായി ഇതൊരു മുജാഹിദ് പ്രദേശമായതുകൊണ്ട് ഇത്തരം അനാചാരങ്ങളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ഇന്നും പള്ളികളിൽ ഈ നമസ്കാരത്തെ പറ്റി അനൗൺസ് ചെയ്ത് ആ മഹല്ലുകളിലെ ഭാരവാഹികളെ കൊണ്ട്, കുടുംബങ്ങളെ കൊണ്ട് നമസ്കരിപ്പിക്കുന്ന ഒരുപാട് മഹല്ലുകളുണ്ട്. അത് റജബ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച മഗ്രിബിന്റെ ഇശാന്റെ ഇടയിൽ 12 റക്അത്ത് നിസ്കരിപ്പിക്കും. ഇതേപോലെ ഒരുപാട്. അതേപോലെ തന്നെ റജബ് മാസത്തിൽ എല്ലാ ദിവസവും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന ഉണ്ട്. വാട്സപ്പിലൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാന വബല്ലിഗ്നാ റമളാന എന്ന് പറഞ്ഞിട്ടൊരു പ്രാർത്ഥന. ഈ പ്രാർത്ഥനയ്ക്ക് യാതൊരു അസലുമില്ല. നമ്മളൊക്കെ റജബ് മാസത്തിൽ എല്ലാ ദിവസവും ചൊല്ലേണ്ട ഒരു പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഹദീസ് ലഈഫാണ്, നമ്മളത് ചൊല്ലേണ്ട ആവശ്യമില്ല. ഷഅബാൻ മാസമായാൽ അതൊരു വേറൊരു ഖുതുബയായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഷഅബാൻ മാസത്തിൽ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ട കുറെ കാര്യങ്ങൾ, അത് ഇൻഷാ അല്ലാഹ് നമുക്കൊരു ഖുതുബയിലൂടെ അത് ചർച്ച ചെയ്യാവുന്നതാണ്. ഈ റജബുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, റജബ് മാസം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു യുദ്ധം വിലക്കിയ പവിത്രമായ മാസങ്ങളിലെ 4 മാസങ്ങളിൽപ്പെട്ട ഒരു മാസമാണ്. ആ രൂപത്തിലുള്ള പവിത്രത ആ മാസത്തിനുണ്ട്. അതല്ലാതെ അതിൽ നോമ്പ് നോൽക്കുക, ഉംറക്ക് പോവുക, അതിൽ 12 റക്അത്ത് നമസ്കരിക്കുക തുടങ്ങിയ അനാചാരങ്ങളെ നമ്മൾ തിരിച്ചറിയുക. നോമ്പ് നോൽക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ, അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് നോൽക്കുക എന്നുള്ളത് വളരെ സുന്നത്തായ കാര്യമാണ്. നമ്മുടെ സൽക്രമങ്ങൾ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ സൽക്രമങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന ദിവസങ്ങൾ കൂടിയാണ്. അങ്ങനെ നോമ്പ് നോൽക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഈ ദിവസങ്ങളെ തിരഞ്ഞെടുക്കാവുന്നതാണ്. അള്ളാഹു നമ്മുടെ കർമ്മങ്ങളെയെല്ലാം പരലോകത്ത് സ്വീകരിക്കപ്പെടുന്ന അമലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ പുത്തൻ ആചാരങ്ങളില്ലാതെ, ബിദ്അത്തുകളില്ലാതെ യഥാർത്ഥ ഇസ്ലാമികപരമായ കർമ്മങ്ങൾ തന്നെ അനുഷ്ഠിച്ചു പോരാനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാവിധ തിന്മകളെയും പുറത്തു മാപ്പാക്കി തന്ന് നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ നാഥാ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, കുടുംബക്കാരായ ആളുകൾ, വേണ്ടപ്പെട്ടവർ, അവരുടെ ഖബറിടത്തെ നീ വിശാലമാക്കി കൊടുക്കണമേ നാഥാ. അള്ളാഹുവെ, ഞങ്ങളിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹുവെ, അവരുടെ രോഗങ്ങൾക്കെല്ലാം നീ ശമനം നൽകി അനുഗ്രഹിക്കണമേ നാഥാ. അള്ളാഹുവെ, ഞങ്ങളുടെ കച്ചവടങ്ങളിൽ, ജോലികളിൽ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണമേ നാഥാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات انك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما.